മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ മൈക്ക് കിടത്തിയിരിക്കുക. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? 3-4 തവണ വന്ന് പരിശോധിച്ചിട്ട് പോയി, ഒന്നും പറഞ്ഞില്ല. ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. ഞാനും വരാൻ കൂടെ. മോൾ ഇവിടെ നിക്ക്, ചിറ്റ ഡോക്ടറെ കണ്ടിട്ട് വേഗം വരാം. എനിക്ക് അമ്മയെ കാണാൻ പേടിയാ. മോളുടെ അമ്മയല്ലേ, പിന്നെന്താ പേടിക്കാൻ? പിന്നെന്താ ഈ അമ്മൂമ്മ അടുത്തില്ലേ? ചിറ്റ ഇപ്പൊ വരാം കേട്ടോ. മോളുവാ, അമ്മൂമ്മയുടെ വണ്ടിയിലിരിക്കാം. മയക്കത്തിന്ന് ഉണർന്ന അമ്മ വല്ലതും ചെയ്യോ? ഏയ്, മോളുടെ അമ്മയല്ലേ, പാവം കിടക്കുന്ന കണ്ടില്ലേ. അമ്മ ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കിയോ? മോളെ അവര് പിടിച്ചോണ്ടതിന്റെ വിഷമം കൊണ്ടല്ലേ അമ്മ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. അമ്മക്കുട്ടി അത്രയ്ക്ക് ഇഷ്ടമല്ലേ അമ്മയ്ക്ക്. എക്സ്ക്യൂസ് മീ. ഇരിക്കൂ. ഞാൻ ഇന്ദുവിന്റെ കസിനാണ്. ഗോപന്റെ പൂർവ്വകഥകൾ അറിയാനിടയായതിന്റെ ഷോക്കായിരുന്നു ഇന്ദു ഈ ഒരു അവസ്ഥയിലെത്താൻ കാരണം. പക്ഷേ ഭ്രാന്തമായ അവസ്ഥയിലും അവൾ ഗോപനെ സ്നേഹിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. അതല്ലേ അവൾ എപ്പോഴും ഗോപനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ദുവിനെ ഹിപ്നോട്ടൈസ് ചെയ്തതും നിങ്ങൾ ഇപ്പോൾ ഇന്ദുവിനെ കുറിച്ച് പറഞ്ഞ കഥകളും ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം അടിവരയിട്ട് പറയാം. ഭർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അവരെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപക്ഷെ വലിയൊരു സഹായമാകും. അവർ തമ്മിലുള്ള കണ്ടുമുട്ടൽ ഒരുപക്ഷെ പുതിയൊരു ജീവിതത്തിലേക്കുള്ള വഴിതുറക്കലാവാം. എന്തായാലും ഗോപനെ ഇന്ദുവിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ചെന്ന് വിളിച്ചാൽ ഗോപൻ വരാതിരിക്കില്ല. അയാൾക്ക് ഇന്ദുവിനെയും മകളെയും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇന്ദുവിനെ സാർ വിചാരിച്ച പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലേ? സാധിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതിനുവേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. താങ്ക് യു ഡോക്ടർ. പിന്നെ ഗോപനെ ചെന്ന് കാണുമ്പോൾ ഇന്ദുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. വരട്ടെ. ഇതിൽ കൂടുതലായി എങ്ങനെയാ ഞാൻ ബോധ്യപ്പെടുത്തുക? പാവം ആ കിടപ്പ് കണ്ട സഹിക്കില്ല. ഇന്ദുവിന്റെ ഈ അവസ്ഥ കണ്ട്
അമ്മക്കുട്ടി പോലും ഭയന്നിരിക്കുക. ഗോപം വന്ന അമ്മക്കുട്ടിക്കെങ്കിലും ഒരു ആശ്വാസമാവുമല്ലോ. ഡോക്ടറെ നിർദ്ദേശം ഗോപൻ വരണമെന്ന. മനസ്സുകൊണ്ട് പണ്ടേ ഞാൻ തന്നെ ഒരുക്ക. പക്ഷേ എങ്ങനെ അവൾ അഭിമുഖീകരിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാത്തത്. അത്രയ്ക്ക് വലിയ തെറ്റല്ലേ ഞാൻ അവളോട് ചെയ്തത്? ആദ്യം തന്നെ മനസ്സിൽ നിന്ന് ആ വക ചിന്തകളെല്ലാം ഒഴിവാക്കണം. കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. മറക്കാനും പൊറുക്കാനും കഴിയാത്തതായി എന്താ ഉള്ളത്? ഇന്ദു കണ്ണു തുറക്കുമ്പോ ആദ്യം അവൾ കാണേണ്ടത് ഗോപനെയായിരിക്കണം. അതവളെ എന്തുമാത്രം സന്തോഷിപ്പിക്കുമെന്നറിയാവോ? ആ സന്തോഷം എത്ര നാളത്തേക്കാണ് എൻ്റെ പേടി. മരണവും കാത്തു കഴിയുന്ന എനിക്ക് പെട്ടെന്ന് അങ്ങനെ വല്ലതും സംഭവിച്ച സന്തോഷകരമായ ജീവിതത്തിന് അതൊരു തീരെ ദുഃഖമല്ലേ? വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. മരണം ആർക്കും എപ്പോഴും സംഭവിക്കാം എന്നുവെച്ച് അതോർത്ത് ഉരുകി ചാവണോ? അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഒക്കെ നേരിടുക, അത്ര തന്നെ. വേണിയുടെ ഈ ആത്മവിശ്വാസം അതെനിക്കില്ലാതെ പോയി. എന്നും പരാജയങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാവുക? അപ്പൊ ഗോപൻ എന്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഇനി എന്താ നേരിടാൻ ബാക്കിയുള്ളത്? വേണിയെപ്പോലെ മനസ്സ് പാകപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല. ഇന്ദുവിനൊരു ജീവിതം നൽകാൻ, അമ്മുക്കുട്ടിക്ക് ഒരു അച്ഛൻ്റെ സ്നേഹം നൽകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് എന്തിനെ അതിജീവിക്കാനുള്ളൊരു കരുത്തുണ്ടാവണം. ഒക്കെ സാധിക്കും. ഗോപൻ വിചാരിച്ചാ സാധിക്കണം. ഗോപൻ വരുമെന്നുള്ള വിശ്വാസത്തോടെയാ ഞാൻ മടങ്ങുന്നത്. പിന്നെ എന്റെ അച്ഛനൊരു വലിയ ആഗ്രഹമുണ്ട്, ഗോപനെ ഒന്ന് കാണണമെന്ന്. ഗോപനൊന്ന് പോയി അച്ഛനെ ഒന്ന് കാണണം, പ്ലീസ്. ഗോപൻ അല്ലേ? അതെ. ഒരു കൊലയാളിയെ പിന്നെ കൂടുതൽ പരിചയപ്പെടുത്തണ്ടല്ലോ. മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് നേടി പ്രസിദ്ധനായ ഗോവിന്ദ മാഷിന് കാലം ഒരു കുപ്രസിദ്ധിയും സമ്മാനിച്ചു. കൊലപാതകി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ലല്ലോ. സാഹചര്യമല്ല എല്ലാം വരുത്തി വെക്കുന്നത്. എന്ത് സാഹചര്യം? ആ, അതൊക്കെ പോട്ടെ. ഇന്ദുവിന്റെ അമ്മാവനെ ആദ്യമായി പരിചയപ്പെടാൻ വന്ന സ്ഥലം നന്നായി അല്ലേ? നമുക്ക് തമ്മിൽ പരിചയപ്പെടാൻ ഇങ്ങനെയായിരിക്കും നിയോഗം. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഗോപനോട് ഇവിടെ ഒന്ന് കാണാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. പുറത്തു വച്ച് ഇനിയൊരു പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഏയ്, അമ്മാവൻ അങ്ങനെയൊന്നും പറയരുത്. ഇന്ദുവിന്റെ സംഗതികളെല്ലാം വേണി പറഞ്ഞു കാണുമല്ലോ. കഴിഞ്ഞതെല്ലാം മോൻ മറക്കണം. എന്നിട്ട് എന്റെ ഇന്ദുമോക്ക് പുതിയൊരു ജീവിതം കൊടുക്കണം. അമ്മൂന് അവളെ സ്നേഹിക്കാനും ലാളിക്കാനും ഒരച്ഛനുണ്ടാവണം. ഒപ്പോളുടെ കാലം കഴിഞ്ഞാലും അവരെ അനാഥരാക്കരുത്. അവരോടൊപ്പം ഇനി എന്നും മോനുണ്ടാവണം. ഉണ്ടാവണമെന്ന് ആഗ്രഹമില്ലായിട്ടല്ല. പക്ഷേ അതിനൊക്കെ എനിക്കിനി എത്ര സമയമുണ്ടെന്നറിയില്ലല്ലോ. ഗോപന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ മോനെ കണ്ട നിമിഷം മുതൽ എന്റെ മനസ്സ് പറയുന്നു, മോന്റെ കാര്യത്തിൽ വൈദ്യശാസ്ത്രത്തിന് എന്തോ തെറ്റുപറ്റിയെന്ന്. അങ്ങനെ ഒരു അജ്ഞാത രോഗമൊന്നും മോനുണ്ടാവില്ല. ധൈര്യമായിട്ടിരിക്കേ. അമ്മാവനെ പോലെ തന്നെയാ വേണിയും. ധൈര്യവും ആത്മവിശ്വാസവും പകർന്നു തരാൻ മോളും മോശമല്ല. മനുഷ്യരെപ്പോഴും അങ്ങനെയാ. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ സ്വന്തം വിഷമം മറന്നും അവരെ സമാധാനിപ്പിക്കും. മോൻ ഇന്ദുവിനെ ചെന്ന് കാണണം. അവളെ പഴയ നിലയിലേക്ക് കൊണ്ടുവരണം. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവും. സ്വർണ്ണ
സ്വർണ്ണമയൂരം ചോറൊക്കെ പോയല്ലോ, നമുക്ക് വേറെ വാങ്ങിക്കാട്ടോ. മോളെന്താ ഇങ്ങനെ നോക്കുന്നത്? മോളുടെ ആരാ ഇവിടെ? അമ്മ. മോളുടെ പേരെന്താ? അമ്മു. അമ്മുക്കുട്ടി. മോളുടെ അമ്മയുടെ പേരെന്താ? ഇന്ദു. മോളെ, മോൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ മോളുടെ അച്ഛനാ, എന്റെ അമ്മക്കുട്ടിയുടെ അച്ഛൻ. അച്ഛാ. അമ്മുമ്മേ, ദേ അമ്മുക്കുട്ടിയുടെ അച്ഛൻ വന്നു. അച്ഛാ, ഇത് ഹരിമാഷിന്റെ അമ്മയാ. അച്ഛനറിയാം മോളെ. എന്തുനെങ്ങനുണ്ട്? കുറെ മാറ്റമുണ്ടെന്നാ ഡോക്ടർമാരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായത്. അവളെ കാണണ്ടേ? നല്ല മയക്കത്തിലാ. ഞാൻ വിളിക്കട്ടെ അമ്മേ? വേണ്ട മോളെ, ഉറങ്ങിക്കോട്ടെ. നീ പോയതോടെ തീർന്നു അതിന്റെ ജീവിതം. ഒടുവിലിതാ ഇവിടം വരെ എത്തിച്ചു. ഒരമ്മയുടെ സ്നേഹം എന്താണെന്നോ ലാളന എന്താണെന്നോ അമ്മുക്കുട്ടി അറിഞ്ഞിട്ടില്ല. പാവം ശ്രീദേവിയമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ഇവർക്ക് വേണ്ടി. ഇപ്പൊ അവർക്കും വയ്യാതെയായി. ചിറ്റേ, എന്റെ അച്ഛൻ. മോൾക്കിപ്പോ സന്തോഷായില്ലേ? എപ്പോഴാ എത്തിയത്? കുറച്ചു നേരമായി. ഏതായാലും മോള് വന്നല്ലോ. ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. ഹരിയോട് പറയണം ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന്. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. പോട്ടെ. ഗോപനെ കാണുമ്പോ ഇന്ദുവിന് വലിയ സന്തോഷമായിരിക്കും. എപ്പോഴും അതല്ലേ ഉള്ളു നാവില്. മയക്കത്തിൽ നിന്ന് അവൾ ഉണർന്നെഴുന്നേക്കുന്നത് ഗോപനോടൊപ്പം ഒരു പുതിയ ജീവിതത്തിലേക്കാവട്ടെ. എനിക്ക് വേണിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. മോളെ ഇവിടെ ഇരിക്കേ, ഞങ്ങളിപ്പോ വരാം. അച്ഛൻ വേഗം വരില്ലേ? ഇപ്പൊ വരാം മോളെ. ഓഹോ, എന്താ അച്ഛനും മോളും തമ്മിലുള്ള ഒരു സ്നേഹം? അച്ഛനെ കിട്ടിയപ്പോ ഞങ്ങളെയൊക്കെ വേണ്ടതായോ? ഇതാ ചോരയുടെ ഗുണം. എത്ര പെട്ടെന്നാ ഗോപനുമായിട്ട് അടുത്തത്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ മിണ്ടാതെ നിൽക്കുന്നേ?
ഇന്ദുവിനെ കുറിച്ച് ഓർത്തു പോയതാ. ആ കിടപ്പ് കാണുമ്പോ വല്ലാത്തൊരു പാപിയാ ഞാൻ കാരണമല്ലേ ഇന്ദു ഈ നിലയിലായത്. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതം, അതാണ് പ്രധാനം. എന്റെ അസുഖത്തെക്കുറിച്ച് അവൾക്കറിയോ? അറിയില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അതൊന്നും ഓർത്തു വെക്കാനുള്ള മനസ്സായിരുന്നില്ലല്ലോ അവളുടേത്. ശരിക്കും പറഞ്ഞ കുട്ടികളുടെ മനസ്സാ. അമ്മുക്കുട്ടിയുടെ ബുദ്ധി പോലും അവൾക്കില്ല. അങ്ങനെയായിരുന്നു ഇത്രയും നാൾ അവള്. പഴയ നിലയിലേക്ക് തിരിച്ചു വന്ന ശേഷം അവൾ തറഞ്ഞ വീണ്ടും തകരുന്നൊരവസ്ഥ വന്നാലോ? അതുകൊണ്ട് ഒരിക്കലും എൻ്റെ രോഗത്തെക്കുറിച്ച് അവൾ അറിയരുത്. അവൾ മാത്രമല്ല, അമ്മുക്കുട്ടിയും. അവരുടെ മനസ്സിൽ ഞാനൊരു ആയുഷ്മാനായിരിക്കട്ടെ. ആവട്ടെ എന്നാ എന്റെയും പ്രാർത്ഥന. ആവും ഗോപൻ. ദീർഘായുസോടെ നിങ്ങൾ ജീവിക്കും. നിങ്ങളുടെ ഇന്ദുവിനും അമ്മുക്കുട്ടിക്കും വേണ്ടി. വേണിയുടെ നിറഞ്ഞ മനസ്സ്. ഗോവിന്ദമാഷ് പുണ്യം ചെയ്തവനാ ഇങ്ങനൊരു മകൾക്ക് ജന്മം കൊടുത്തതിന്. നല്ല പുണ്യ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും ദ്രോഹിക്കാത്ത ഗോവിന്ദമാഷ ഇപ്പൊ അഴിയെണ്ണി കഴിയുന്നത്. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ എന്റെ അച്ഛൻ അറിയൂ. എന്നിട്ടോ എന്റെ അച്ഛന് കിട്ടിയത് എനിക്ക് ജന്മം നൽകിയതായിരിക്കും ഒരുപക്ഷെ അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അല്ലെങ്കിൽ എന്റെ അച്ഛന് ഇങ്ങനെ ഒരു ഗതി വരുമോ? എല്ലാം അനുഭവിക്കാതെ വയ്യല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല, പിന്നെ ഞാൻ പറഞ്ഞത് ഗോപന്റെ അസുഖമല്ലേ, അത് ഇന്ദു അമ്മുക്കുട്ടിയും ഒരിക്കലും അറിയില്ല. പോരെ? ഇന്ദു ഇപ്പൊ വളരെ നോർമലാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. സന്തോഷായി ഡോക്ടർ. എങ്ങനെ ഇതിന് നന്ദി പറയണ്ടെന്ന് പോലും എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് ദൈവത്തോടാണ്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ആ പേഷ്യനെ ട്രീറ്റ് ചെയ്തു. അതിൻ്റെ ഫലം ദൈവം നമുക്ക് തന്നു. ഇന്ദുവിനെ ഇന്ന് തന്നെ കൊണ്ടുപോവാ. താങ്ക് യു ഡോക്ടർ. ഇന്ദുവിൻ്റെ ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ. ഉവ്വ് ഡോക്ടർ. മയക്കത്തിൽ നിന്ന് ഉണർന്നാൽ പെട്ടെന്ന് ആ കുട്ടി അയാളെ കാണണ്ട. കണ്ണു തുറന്ന് മെല്ലെ മെല്ലെ തനിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിനോട് പൊരുത്തപ്പെട്ടതിന് ശേഷം മതി ഇന്ദു ഹസ്ബൻഡിനെ കാണുന്നത്. ശരി ഡോക്ടർ. പോകുമ്പോ മെന്റൽ ഡിപ്രഷൻ കുറയ്ക്കാൻ ചില മരുന്നുകൾ കുറിച്ച് തരാം. പിന്നെ വീട്ടിലെത്തിയാൽ വളരെ ശ്രദ്ധിക്കണം. ഷോക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് കാണാനോ കേൾക്കാനോ ഇടവരരുത്. വളരെ സ്ലോയിലെ നമ്മുടെ വഴിയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരാനാവൂ. ശരി ഡോക്ടർ. ഒരു 15 ദിവസം കഴിഞ്ഞൊന്ന് കൊണ്ടുവരണം. ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്ത് വിടാം. ഓക്കെ. ഹലോ ഹലോ, എന്താ ശബ്ദമൊക്കെ വല്ലാതെ? എന്റെ ഗൗരി സമ്മാനിച്ച ആ ലോകത്തിലാ ഞാൻ. ഹലോ 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 നന്ദിനി, ഹലോ. എൻ്റെ നന്ദിനിക്കുട്ടി ഇപ്പോ സ്വർഗത്തിലേക്ക് പറന്ന് പറന്ന് പോയിക്കൊണ്ടിരിക്കുക. പാവം.